ഹലോ ഓൾ വെൽക്കം ടു റൈസ് അപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന GST 2.0 കുറിച്ചാണ്. റീസെന്റ് 56th GST കൗൺസിൽ മീറ്റിംഗ് പ്രകാരം നമ്മൾ GST ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്താണ് GST എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. GST എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 2017 നമ്മുടെ ഗവൺമെന്റ് 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരം കൊണ്ടുവന്നിട്ടുള്ള റിഫോമാണ് GST എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ ടാക്സേഷൻ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാൽവെൽപ്പായിരുന്നു GST എന്ന് വരുന്നത്. കാരണം അതുവരെ ടാക്സേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ ഒരുപാട് ടാക്സുകൾ, സ്റ്റേറ്റ് ഗവൺമെന്റ് അണ്ടറിൽ വേറെ ഒരുപാട് ടാക്സുകൾ, ഇതുവരെ എന്ത് ചെയ്യുന്നു, ദർ വാസ് ആൻ ഓവർലാപ്പിംഗ് ഓഫ് ടാക്സേഷൻ സിസ്റ്റം. ഇങ്ങനെ ഓവർലാപ്പിംഗ് ഉള്ളത് കൊണ്ട് തന്നെ എമൗണ്ട് അല്ലെങ്കിൽ ഒരു കൺസ്യൂമറെ സംബന്ധിച്ചോളം ദർ ഈസ് എ ചാൻസ് ഫോർ കാസ്കേഡിംഗ് എഫക്ട്. അതായത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് ചുമത്തിയ അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ചുമത്തിയ ഒരു വസ്തുവിന്റെ മുകളിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റ് സെയിൽസ് ടാക്സ് ആഡ് ചെയ്യുമ്പം നമ്മൾ ആ ടാക്സേഷൻ എമൗണ്ടിന്റെ മുകളിൽ വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പ്രോബ്ലംസ് GST വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ GST വരുന്നതിന് മുമ്പ് സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെതായിരുന്നു. അപ്പോൾ സ്റ്റേറ്റിന് എന്ത് ചെയ്യാം, സ്റ്റേറ്റിന്റെ ബജറ്റ് പ്രകാരം സ്റ്റേറ്റിന് തീരുമാനിക്കാമായിരുന്നു എത്ര ടാക്സ് വേണമെന്നുള്ളത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഓരോ സ്റ്റേറ്റിനും ഓരോ ഡിഫറെന്റ് ടാക്സ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ മാറ്റിക്കൊണ്ട് വൺ നാഷൻ വൺ ടാക്സേഷൻ സിസ്റ്റം എന്ന് പറയുന്ന വലിയൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു അജണ്ടയുമായിട്ടാണ് GST റിഫോം വന്നിട്ടുള്ളത്. ഒരു രാജ്യത്തിന് ഒരു ടാക്സേഷൻ സിസ്റ്റം. ബട്ട് ഹൗവർ 2017 GST റിഫോം കൊണ്ടുവരുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായി. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് വൺ നാഷൻ വൺ ടാക്സേഷൻ സിസ്റ്റം ആയിരുന്നു എന്നുണ്ടെങ്കിലും വൺ ടാക്സേഷൻ ആൻഡ് വൺ നാഷൻ വൺ ടാക്സേഷൻ ബട്ട് മൾട്ടിപ്പിൾ ടാക്സ് സ്ലാബ്സ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായി. അതായത് ഈ റിഫോമിന് മുന്നേ അല്ലെങ്കിൽ നിലവിൽ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് 12% ഉണ്ട്, 5% ഉണ്ട്, 18% ഉണ്ട് ആൻഡ് 28% ഉണ്ട്. ഇങ്ങനെ 4 സ്ലാബുകളായിട്ടായിരുന്നു GSTയിൽ ടാക്സേഷൻ ഉള്ളത്. പക്ഷേ നമ്മൾ എന്തായിരുന്നു പ്രതീക്ഷിച്ചത്, ഒരു നാഷൻ ഒരു ടാക്സേഷൻ സിസ്റ്റം. പക്ഷെ എന്ത് ചെയ്യുന്നു, ഈ മൾട്ടിപ്പിൾ സ്ലാബ്സ് ഉണ്ടാവുന്നത് എന്ത് ചെയ്തു, വീണ്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവുകയും വീണ്ടും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുകയും ഉണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ 2025 നമ്മൾ പുതിയ റിഫോമുമായിട്ട് വന്നിട്ടുള്ളത്. റിഫോം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ഈ 2017 GST ആക്ട് അമെൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ GST സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് CGST ഉണ്ട്, ദാറ്റ് ഈസ് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ദെൻ സ്റ്റേറ്റ് GST ഉണ്ട്, ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഗവൺമെന്റ് GST എന്നുള്ളത്. നിങ്ങളൊരു ബില്ല് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങളുടെ ബില്ല് 180 rupees ആണ് നിങ്ങൾ GST അടയ്ക്കേണ്ട എമൗണ്ട് എങ്കിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും CGST എന്ന് പറയുന്നത് 90 ആൻഡ് SGST എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും, 90 എന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് എന്താണ്, ഇത് സെൻട്രൽ ഗവൺമെന്റിലേക്ക് പോകുന്ന മണിയാണ്, ഇത് ആർക്ക് പോകുന്നതാണ്, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് പോകുന്ന ടാക്സിന്റെ ഷെയർ ആണ്. അപ്പൊ പണ്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു പൂൾഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് റിസോഴ്സസ് നമ്മൾ ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. സോ നമ്മൾ 2017 അമെൻമെന്റ് പ്രകാരം വി ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് GST കൗൺസിൽ. സോ GST കൗൺസിൽ വരുന്നത് ആർട്ടിക്കിൾ 279A എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളിലാണ് നമ്മൾ GST കൗൺസിലിനെ പറ്റി പറയുന്നത്. ഈ GST കൗൺസിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനി തൊട്ട് GST കൗൺസിൽ ആയിരിക്കും എന്ത് ചെയ്യുക, ടാക്സേഷൻ അല്ലെങ്കിൽ GSTയുമായി പ്രധാനപ്പെട്ട എല്ലാ ഡിസിഷൻസും എടുക്കുന്ന ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്ന GST കൗൺസിൽ ആയിരിക്കും. അപ്പൊ GST കൗൺസിലിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ വോട്ട് ഷെയർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1/3 വോട്ട് ഷെയർ ആണ് സെൻട്രൽ ഗവൺമെന്റിനുള്ളത്, 2/3 വോട്ട് ഷെയർ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. സോ ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ തീരുമാനം GST കൗൺസിൽ പാസ് ആവണമെന്നുണ്ടെങ്കിൽ 75% ഓഫ് നമുക്ക് എന്ത് വേണം, മജോറിറ്റി വേണം. സോ ബൈ ലുക്കിംഗ് അറ്റ് ദ ഡിവിഷൻ ഓഫ് വോട്ട് ഷെയർ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിയർ ദാറ്റ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രം തീരുമാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് മാത്രം തീരുമാനിച്ചുകൊണ്ടോ ഇവിടെ ഒരു പുതിയ ആക്ട് പാസ്സാക്കാൻ പറ്റില്ല. സോ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും കോപ്പറേഷൻ നിർബന്ധമായിട്ടും പർട്ടിക്കുലർ ബില്ല് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റിഫോം കൊണ്ടുവരുമ്പോൾ അത് മസ്റ്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഇതുപോലെയുള്ള കൗൺസിലുകൾ, GST കൗൺസിൽ പോലെയുള്ള മെക്കാനിസം മറ്റ് സെൻട്രൽ സ്റ്റേറ്റ് കോർപ്പറേഷൻ വരുന്ന സ്ഥലങ്ങളിലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എന്താണ് പുതിയ റിഫോം? സോ 56th GST കൗൺസിൽ കൂടിയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അറ്റ് പ്രസന്റ് നമ്മൾ ടാക്സേഷൻ സിസ്റ്റത്തിന്റെ നമ്മൾ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് 5% ആസ് വെൽ ആസ് 12% ഉണ്ട്, 18% ഉണ്ട്, 28% ഉണ്ട്. സോ മൾട്ടിപ്പിൾ ടാക്സ് സ്ട്രക്ചറുകൾ നമ്മൾ സ്ലാബ്സ് നോക്കുകയാണെങ്കിൽ 4 സ്ലാബ്സ് ആണ്. ഈ 4 സ്ലാബ്സ് കൊണ്ടുള്ള പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർ ആർ ഓൾവേസ് കൺഫ്യൂഷൻ. ഇപ്പൊ ചില ഐറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ചോക്ലേറ്റ് വരുന്ന ഒരു സാധനം, ചോക്ലേറ്റിന് GST കൂടുതലാണ്, പക്ഷെ ബിസ്ക്കറ്റിന് GST കുറവാണ്. അങ്ങനെയാണെങ്കിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റിന്റെ GST എത്രയാണ്? അപ്പം
ഫുഡ് കമ്പനിക്കാർ പറയും ഇതെന്താണ് ഞങ്ങൾ കുറഞ്ഞതിലാണ് GST ഇടുക, മറ്റവർ പറയും എന്തിൽ പറയും ഇത് കൂടിയതിൽ വേണം എന്ന് പറയും. അപ്പം ഇതുപോലെയുള്ള ഒരുപാട് ക്രിറ്റിസിസം GSTക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. പല ഇൻപുട്ട് ഗുഡ്സിന്റെ GST വേറെയും, അതേപോലെ ഇപ്പൊ ബണ്ണ് നമ്മൾ എടുക്കുവാണെങ്കിൽ ബണ്ണിന്റെ GST എന്താണ് കുറവാണ്, പക്ഷെ അതിന്റെ മുകളിൽ ബട്ടർ തേച്ച് ബട്ടർ ബണ്ണിന്റെ GST വീണ്ടും കൂടുതലാവും. അപ്പം നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, ബട്ടർ മാത്രം മേടിക്കുകയും അതുപോലെ തന്നെ ബണ്ണ് വേറെ മേടിക്കുകയും ചെയ്യുന്നു. കാരണം ഫിനിഷ്ഡ് ഗുഡ്സ് ആയ ബട്ടർ ബണ്ണിന്റെ GST എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇതുപോലെയുള്ള പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചറിന്റെ പ്രോബ്ലംസ്. അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു ഫിനിഷ്ഡ് ഗുഡ്സിന്റെ GSTയും അതിന്റെ ഇൻപുട്ട് ഗുഡ്സിന്റെ GST നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ GST എന്ന് പറയുന്നത് 5% ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഗുഡ്സിന്റെ GST എത്ര വരുന്നു, 18% വരുന്നു. അപ്പൊ ആരും എന്ത് ചെയ്യില്ല, ഇൻപുട്ട് ഗുഡ്സ് മേടിച്ചിട്ട് ഇവിടെ പ്രൊഡക്ഷൻ നടത്തില്ല, പകരം എന്ത് ചെയ്യും, ആ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് മേടിക്കാൻ നോക്കും. മാനുഫാക്ചറിംഗിൽ വരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സാംസങ്ങിന്റെ മൊബൈൽ ഫോൺ നിങ്ങൾ മേടിക്കുമ്പോൾ മൊബൈൽ ഫോണിന് സപ്പോസ് ലെറ്റ് മീ സേ ഇറ്റ് ഈസ് 5%, പക്ഷെ അതിന്റെ കമ്പോണന്റിന് 18% ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്തേ ചെയ്യുള്ളൂ, ഈ മൊബൈൽ ഫോണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. സോ ഇതൊരു പ്രോബ്ലം ആയിരുന്നു ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നത്. കാരണം ഇൻപുട്ട് ഗുഡിന് GST കുറവും, പക്ഷേ ഇൻപുട്ട് ഗുഡിന് GST കൂടുതലും ഫിനിഷ്ഡ് ഗുഡ്സിന് GST കുറവും വരുന്ന സിറ്റുവേഷൻ. അതുപോലെ തന്നെ റാഷണലൈസേഷന്റെ ഇഷ്യൂസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല പ്രൊഡക്റ്റിന്റെയും പല സെഗ്മെന്റ്, ക്രീം ബണ്ണ് വേറെ സ്ഥലത്ത് കിടക്കുന്നു, അപ്പോൾ പല സെഗ്മെന്റിൽ എന്ത് ചെയ്യുന്നു, ടാക്സേഷൻ ഡിവൈഡ് ആയി കിടക്കുന്നു എന്ന് പറയുന്ന വേറൊരു പ്രോബ്ലം കൂടി ഉണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടും മൾട്ടിപ്പിൾ ടാക്സ് ആപ്സ് എന്ത് ചെയ്യുന്നു, അതൊരു വീണ്ടും ഈ GSTന്റെ ആപ്ലിക്കേഷനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് കൊണ്ടാണ് വി വെന്റ് ടു GST 2.0 റിഫോം. സോ ആഫ്റ്റർ GST 2.0 റിഫോം സെപ്റ്റംബർ 22 മുതലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് നിലവിൽ വരിക. സോ അതുവരെ വരുമ്പോൾ സെപ്റ്റംബർ 22 മുതൽ നമ്മുടെ GST സ്ലാബിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. വൺ ഓഫ് ദ സ്ലാബ് എന്ന് പറയുന്നത് ഒരു മെറിറ്റ് റേറ്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മെറിറ്റ് റേറ്റ് എന്ന് പറയുന്ന 5% മെയിൻ മെറിറ്റ് റേറ്റ് ആണ്. സോ ഈ മെറിറ്റ് റേറ്റിന്റെ അണ്ടറിൽ ഓൾ ദി എസെൻഷ്യൽ ഗുഡ്സ്, എന്തൊക്കെയാണോ വളരെ എസെൻഷ്യൽ ആയിട്ട് വരുന്ന ഫുഡ് ഐറ്റംസ്, അങ്ങനെയുള്ള എസെൻഷ്യൽ ഗുഡ്സ് ഒക്കെ പണ്ട് 12-ലും 18-ലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്ന ഈ എസെൻഷ്യൽ ഗുഡ്സ് എല്ലാം നമ്മൾ എന്താക്കി, 5% കൊണ്ടുവന്നു. ഓക്കെ, ഒരുപാട് ഐറ്റത്തിന് നമ്മൾ GST ഒഴിവാക്കുകയും ചെയ്തു. അത് നമ്മൾ പറയാം, ഒരുപാട് ഐറ്റത്തിന് നിൽ GST കൊണ്ടുവന്നു. നിൽ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, GST ഇല്ല. സോ നിൽ GSTയിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ കൊണ്ടുവരികയും ചെയ്തു. ഓക്കെ, സോ 5%ലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെറിറ്റ് ടാക്സ് സ്ലാബ് നമ്മൾ ഉണ്ടാക്കുന്നു, വിച്ച് ഈസ് കോൾഡ് 5% മെറിറ്റ് റേറ്റ്. സോ മെറിറ്റ് റേറ്റ് വിൽ ഇൻക്ലൂഡ് ഓൾ ദി എസെൻഷ്യൽ ഐറ്റംസ്. അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ടുവന്നു 18%. ഓക്കെ, ബാക്കിയുള്ള ഇപ്പോൾ 28% ഉണ്ടായിരുന്ന കാറ്, മോട്ടോർ വെഹിക്കിൾസ്, ഇതൊക്കെ എന്ത് ചെയ്തു, നമ്മൾ ഈ 18% കൊണ്ടുവന്നു. സർവീസ് ടാക്സ് പണ്ടും 18% തന്നെയായിരുന്നു, ഇതെന്ത് ചെയ്യും, 18% തന്നെ കണ്ടിന്യൂ ചെയ്യും. ബാക്കി ഉണ്ടായിരുന്ന 12% ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസിനെയും നമ്മൾ എങ്ങോട്ട് കൊണ്ടുവന്നു, 18% കൊണ്ടുവന്നു, ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ടാക്കി. ഈ രണ്ട് റേറ്റുകളായിരിക്കും ഇനി GSTയിൽ നമുക്ക് ഉണ്ടാവുക. സോ ഒന്ന് 5%, അനദർ ഈസ് 18%. ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെറിറ്റ് റേറ്റും ഒരു സ്റ്റാൻഡേർഡ് റേറ്റും. ഇനി ചില ഗുഡ്സുകൾക്ക്, ഫോർ എക്സാമ്പിൾ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ടാവുന്ന ഗുഡ്സുകൾ, ലക്ഷറി ഗുഡ്സുകൾ, ഇവയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെപ്പറേറ്റ് ഡീമെറിറ്റ് റേറ്റ് കൂടി ഉണ്ട്, വിച്ച് ഈസ് ആക്ച്വലി 40% ഡീമെറിറ്റ് റേറ്റ് ആണ്. അതായത് പണ്ടത്തെ മാക്സിമം ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 28% ആയിരുന്നല്ലോ അല്ലെ. സോ അതിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മൾ മാറ്റി 40% ഡീമെറിറ്റ് റേറ്റ്. സോ ഈ ഗുഡ്സുകൾ നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ടുബാക്കോ, സിഗരറ്റ്, സോ ഇങ്ങനെയുള്ള സാധനങ്ങൾ. ആൽക്കഹോൾ ഇതിന്റെ അണ്ടറിൽ വരില്ല, കാരണം നിങ്ങൾക്കറിയാം ആൽക്കഹോൾ എന്തിന്റെ അണ്ടറിലല്ല, GSTയുടെ അണ്ടറിലല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്ത്, ഇവിടെ വരുന്ന ടുബാക്കോ യൂസസ്, ലക്ഷറി ഗുഡ്സ്, സിൻ ഗുഡ്സ്, അതായത് പാൻ മസാല, ഇതുപോലെയുള്ള സാധനങ്ങൾ വിച്ച് ഗവൺമെന്റ് വാണ്ടഡ് ടു ഡീപ്രൊമോട്ട്, കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യുന്ന എന്ത് ചെയ്യണം, ഡീപ്രൊമോട്ട് ചെയ്യണം. സോ ഇത്തരം ഐറ്റംസ് നമുക്ക് ഡീമെറിറ്റ് റേറ്റ് ആയിട്ടുള്ള 40% വരും. ഓക്കെ, സോ ദിസ് ഈസ് എ സെപ്പറേറ്റ് റേറ്റ് പോലെ ഡീമെറിറ്റ് റേറ്റ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ GSTയിൽ അറ്റ് പ്രസന്റ് എത്ര സ്ലാബ്സ് ഉണ്ടെന്ന് വെച്ചാൽ, ദർ ആർ 2 സ്ലാബ്സ്, that is 5 merit goods and 18 standard, and there is a demerit slab which is for നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ടാവുന്ന ഡീമെറിറ്റ് ആയിട്ടുള്ള സിൻ ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ സ്ലാബ് കൂടി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രപ്പോസൽ പോയാൽ നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഇപ്പം നോക്കിക്കേ, ഷാംപൂ പോലെയുള്ള ഗുഡ്സ്, ടൂത്ത് പേസ്റ്റ് ഒക്കെ പണ്ട് 18% ആയിരുന്നു ടാക്സ്. നൗ ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ടു 5% ബിക്കോസ് ദീസ് ആർ എസെൻഷ്യൽ ഗുഡ്സ്. ഓക്കെ, സോ ബട്ടർ, ഗീ, ഇതൊക്കെ എന്താണ് 12% ഉണ്ടായിരുന്ന 5% പോയി. നമുക്ക് ഈ പാക്ഡ് ഗുഡ്സ് ഒക്കെ എന്ത് ചെയ്തു, ഫുഡ് ഐറ്റംസ് പാക്ഡ് ഒക്കെ പണ്ട് 12% ആയിരുന്നു, നൗ ഇറ്റ് ഈസ് 5% again. സോ all the essential goods now at 5% പോയി. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിഫോം. പണ്ട് ഹെൽത്ത് ഇൻഷുറൻസിന് 18% GST ഉണ്ടായിരുന്നു, വിച്ച് വാസ് ഹൈലി ക്രിട്ടിസൈസ്ഡ്
ബിക്കോസ് നമ്മുടെ ഇൻഷുറൻസ് പെൻട്രേഷൻ ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഇൻഷുറൻസ് എടുക്കുന്നില്ല. സോ ഇപ്പം എന്ത് ചെയ്തു, അത് നില്ലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് യു ഡോണ്ട് ഹാവ് ടു പേ GST ഫോർ ഇൻഷുറൻസ്. അതിന്റെ ഗുണം എന്താണ്, വി വിൽ ഡിസ്കസ് ലേറ്റർ. സോ അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ബാക്കിയുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്തു, 5% പോയി. എഡ്യൂക്കേഷനിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എങ്ങോട്ട് പോയി, നില്ലിലേക്കാണ് പോയത്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ട്രാക്ടർ, ടയർ, ട്രാക്ടറിന്റെ കാര്യങ്ങൾ, ബയോപ്ലാസ്റ്റിസൈഡ്സ് എല്ലാം 18%, 12% ഇരുന്ന അഗ്രികൾച്ചറിന്റെ ഇൻപുട്ട് ഗുഡ്സിന്റെ GSTകളെല്ലാം 5% പോയി, വിച്ച് വിൽ അഗെയിൻ പ്രൊമോട്ട് അഗ്രികൾച്ചർ സെക്ടർ ഇൻ ഇന്ത്യ. സോ അതേപോലെ തന്നെ ഓട്ടോ കെമിക്കൽസ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ സെക്ടറിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പണ്ടെല്ലാം 28% കാറ്, ബൈക്ക്, ഇങ്ങനെയുള്ള ഓട്ടോമൊബൈൽസിന്റെ വരുന്ന എല്ലാ സാധനങ്ങളും ഇപ്പം എന്തിലേക്ക് പോയി, 18% സ്റ്റാൻഡേർഡ് റേറ്റിലേക്കാണ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ വൈറ്റ് ഗുഡ്സ് TV, ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 28% നൗ ദീസ് ആർ ഷിഫ്റ്റഡ് ടു 18% ഓഫ് ദ GST. സോ ഇങ്ങനെയുള്ള കുറഞ്ഞ സാധനങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോളിസ്റ്റിക്കലി ദർ ഈസ് എ പ്രൈസ് ഡ്രോപ്പ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് എസെൻഷ്യൽ ഗുഡ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ദർ ഈസ് എ ടാക്സ് റിലീഫ്സ്. പണ്ട് 18% 12% ആയിരുന്നു എസെൻഷ്യൽ ഗുഡ്സിന്റെ ടാക്സ്, ഇപ്പൊ ജസ്റ്റ് 5% അല്ലെങ്കിൽ നില്ലോ ആണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾക്ക് പറയാനുള്ള ഇതിനകത്ത് ഇൻഷുറൻസ്. ഓക്കെ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഓഫ് ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുന്നത് ഇൻഷുറൻസ് പെൻട്രേഷൻ ഇല്ല എന്നുള്ളതാണ്. ദർ ആർ ആക്സിഡൻസ് ഓഫ് ലൈഫ് ആസ് വെൽ ആസ് ആക്സിഡൻസ് ഓഫ് ബർത്ത്, അല്ലേ? അപ്പൊ ഇൻഷുറൻസ് എന്തിനാണ്, ആക്സിഡൻസ് ഓഫ് ലൈഫ്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ മിഡിൽ ക്ലാസ്സിൽ നിന്ന് ലോവർ ക്ലാസ്സിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ഇൻഷുറൻസ്. അപ്പൊ നമുക്കൊരു ഇൻഷുറൻസ്, പ്രൈവറ്റ് ലെഡ് ഇൻഷുറൻസ് വേണം എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിന്റെ കോസ്റ്റ് കുറയണം. ഇനി എന്ത് ചെയ്യും, ഇൻഷുറൻസിന്റെ കോസ്റ്റ് September 22 തൊട്ട് നമുക്ക് കുറയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസിന് എന്ത് ചെയ്തു, നമ്മൾ നില്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിലത് എന്താണ് 5%. അതുപോലെ മെഡിസിൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഐദർ ഇറ്റ് ഈസ് ഇൻ 5%. അതുപോലെ തന്നെ ചില ഡ്രഗ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെഡിസിൻസ് നില്ലിലേക്കും മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ കോസ്റ്റ് ഓഫ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഒക്കെ എന്ത് ചെയ്യും, ഇനി അങ്ങോട്ട് കുറയും എന്നുള്ളതാണ് കാണാൻ പറ്റുക. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ വി ആർ റെഡ്യൂസിങ് GST, വൺ ഓഫ് ദ അജണ്ട ഇസ് ദാറ്റ് ഇഫ് ദ മണി if we are reducing the tax, നിങ്ങൾക്ക് അറിയാം അല്ലേ, ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം, ഒരു എക്സ്പാൻഷണറി പോളിസി, ഫിസിക്കൽ പോളിസി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇവിടെ നമ്മൾ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്, ഗവൺമെന്റ് എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഗവൺമെന്റ് ഈസ് റെഡ്യൂസിങ് ദ ടാക്സ്. Once the government is reducing tax means you will be having more money to spend. അല്ലേ, നിങ്ങളിൽ എന്തുണ്ടാവും, പണ്ട് നിങ്ങൾക്ക് കയ്യിൽ 10,000 രൂപയായിരുന്നു നിങ്ങളിൽ ഉണ്ടായിരുന്നത്, അന്നത്തെ ടാക്സ് 28% ആണെന്ന് വിചാരിക്കാം. Now the tax is reduced to either 18% or 5%. That means you will be having more money left with you after buying these things. അല്ലേ, ഈ പൈസ, കൂടുതലുള്ള പൈസ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ സ്പെൻഡ് ചെയ്യും. The expectation is that consumer will get bigger purchasing power. അപ്പോൾ ആളുകളിൽ ടാക്സ് കുറയ്ക്കുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സാധനത്തിന്റെ എല്ലാം വില കുറയുന്നു. സാധനത്തിന്റെ വില കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നു. അപ്പം നിങ്ങൾ കൂടുതൽ സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും, ഇഫ് യു ആർ ബൈയിങ് മോർ ഗുഡ്സ് മീൻസ് ദർ വിൽ ബി മോർ പ്രൊഡക്ഷൻ. സോ മോർ പ്രൊഡക്ഷൻ മീൻസ് ദർ വിൽ ബി മോർ എംപ്ലോയ്മെന്റ്. More employment means again you will get more income. That means again you will buy more products. So automatically this will lead to economical growth. So this is the expectation behind reduction GST. ഇത് ഇന്ന് തുടങ്ങിയ ഒരു റിഫോം അല്ല. നിങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാലറി ക്ലാസ്സിന് അപ് ടു 12 lakh നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റിബേറ്റ് പ്രകാരം ഇൻകം ടാക്സ് കുറച്ചു കൊടുത്തു. ഇൻകം ടാക്സ് ഇല്ല, അടയ്ക്കണ്ട എന്ന് പറഞ്ഞു. സേ അപ് ടു 12 lakh. സോ എന്തായിരുന്നു എക്സ്പെക്ടേഷൻ, കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നു, സാലറിഡ് ക്ലാസിന്റെ എന്തുണ്ടാവും, ടാക്സ് കൊടുക്കാതെ വരുമ്പം ആ പൈസ ലെഫ്റ്റ് ആയിട്ട് വരും, ആ പൈസ എക്സസ് ആയിട്ട് വരും. ആ പൈസയിൽ അവർ എന്ത് ചെയ്യും, ദേ വിൽ ബൈ മോർ പ്രൊഡക്ട്സ്. അവർ കൂടുതൽ അങ്ങനെ പ്രൊഡക്ട്സ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്കണോമിക് ഗ്രോത്തിലേക്ക് അതെത്തും. ബിക്കോസ് പ്രൊഡക്ഷൻ കൂടും, എംപ്ലോയ്മെന്റ് ജനറേഷൻ കൂടും. വൈ ദിസ് ഈസ് സിഗ്നിഫിക്കൻറ്റ് അറ്റ് ദിസ് പോയിന്റ് ഈസ് ബിക്കോസ് ഓഫ് ഇഫ് യു ലുക്ക് അറ്റ് ദ ഗ്ലോബൽ സിനാരിയോ അറ്റ് പ്രസന്റ്. നിങ്ങൾക്ക് അറിയാം അല്ലേ, ഗ്ലോബൽ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ നമുക്ക് സർപ്ലസ് കിട്ടിയിരുന്ന സ്ഥലമായിരുന്നു USA എന്ന് പറയുന്നത്. സോ റീസെന്റ് താരിഫ് ഇഷ്യൂസ്, ട്രേഡ് വാർ ഇഷ്യൂസ് ഒക്കെ പ്രകാരം ഗ്ലോബൽ മാർക്കറ്റ് സിനാരിയോ അത്ര പോസിറ്റീവ് അല്ല. സോ വൺ ഓഫ് ദ വേ വി ക്യാൻ പുഷ് ഫോർ എക്കണോമിക് ഗ്രോത്ത് ഈസ് ദാറ്റ് പ്രൊമോട്ടിംഗ് ഇന്റേണൽ ഡിമാൻഡ്. Make sure that there is a enough market for our own products.
അങ്ങനെ നമുക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്ലോബൽ ക്രൈസിസിനെ ഒരു പരിധി വരെ കംപ്ലീറ്റ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഷുർഡ് ആക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് വൺ ഓഫ് ദ റൈറ്റ് സ്ട്രാറ്റജി ടു ഡു ഈ ഒരു ട്രാൻസിഷൻ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GST റിഫോം ചെയ്തെടുക്കാനും പറ്റും, അതുപോലെ തന്നെ കൺസ്യൂമർ സ്പെൻഡിങ് കൂട്ടി നമുക്ക് ഡൊമസ്റ്റിക് ഡിമാൻഡ് കൂട്ടാനും പറ്റും എന്നുള്ളതാണ്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്യൂമർ ഇലക്ട്രോണിക് ഗുഡ്സ് ഒക്കെ നോക്കിക്കേ, ഇലക്ട്രോണിക് ഗുഡ്സിലൊക്കെ 28% ഉണ്ടായിരുന്ന വൈറ്റ് ഗുഡ്സ് ഒക്കെ ഇപ്പോൾ 18% വരുന്നു. ദാറ്റ് മീൻസ് ടിവിയുടെയും ഫ്രിഡ്ജിന്റെ വിലയൊക്കെ കുറയും, ആളുകൾ കൂടുതൽ സാധനങ്ങൾ മേടിക്കും. അതേപോലെ തന്നെ നമ്മൾ റിന്യൂവബിൾ എനർജി, ഗ്രീൻ എനർജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് 12% ഉണ്ടായിരുന്ന റിന്യൂവബിൾ എനർജി ഡിവൈസസ് നൗ യു വിൽ ബി ഗെറ്റിംഗ് അറ്റ് 5% GST. അതുപോലെ തന്നെ ഇതിന്റെ ഗുണം എന്താണ്, ആളുകൾ വിൽ ബൈ മോർ നഡ്ജിങ് എഫക്റ്റ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ. നമ്മൾ നഡ്ജ് ചെയ്യാണ്, കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും, നമ്മൾ വില കുറച്ചൊരു സാധനം കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ ആ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ ടെൻഡൻസി ഉണ്ടാവും. അപ്പം ഗ്രീൻ ഗ്രോത്ത്, സസ്റ്റൈനബിൾ ഗ്രോത്ത് ഒക്കെ ഇതുകൊണ്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യും. വിത്ത് റെസ്പെക്ട് ടു അഗ്രികൾച്ചർ സെക്ടർ, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് അഗ്രികൾച്ചർ സെക്ടറിലെ ഒരുപാട് ഇൻപുട്ട് ഗുഡ്സ് ആയിട്ടുള്ള ടെക്നോളജി, ഇൻപുട്ട് ഗുഡ്സ്, ട്രാക്ടർ, ഇതിന്റെ ഒക്കെ GST എന്ത് ചെയ്തു, 5% കുറച്ചു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, കൂടുതൽ ആളുകൾക്ക് ഇത് അഫോർഡബിൾ ആവുന്നു, കൂടുതൽ ടെക്നോളജി അഗ്രികൾച്ചർ സെക്ടറിലേക്ക് വരുന്നു. ദാറ്റ് അഗെയിൻ ലീഡ് ടു അഗ്രികൾച്ചറിൽ എന്ത് ചെയ്യുന്നു, ബെറ്റർ ഇൻകം വരുന്നു, റൂറൽ ഡിസ്ട്രസ് കുറയ്ക്കുന്നു. ഇതുപോലെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഫെർട്ടിലൈസേഴ്സിന്റെ കോസ്റ്റ് കുറയുന്നു. സോ ഓട്ടോമാറ്റിക്കലി ഇൻപുട്ട് കോസ്റ്റ് കുറയുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്, ഇൻപുട്ട് കോസ്റ്റ് കുറയുമ്പം അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമേഴ്സ് അഗ്രികൾച്ചർ കൃഷി ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പം റിട്ടേൺ എന്ത് ചെയ്യും, കൂടുതൽ കിട്ടും, പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഇവിടെ കൂടും. സോ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഗുണം എന്താണ്, ഫാമേഴ്സ് ഡബിളിംഗ് ഫാർമർ ഇൻകം അല്ലെങ്കിൽ ഫാമേഴ്സിന്റെ ഇൻകം കൂട്ടാനും ഇത് സഹായിക്കുന്നു. ആൻഡ് ടെക്നോളജി എന്ത് ചെയ്യുന്നു, അഗ്രികൾച്ചർ സെക്ടറിലേക്ക് കൊണ്ടുവരാനും പറ്റുന്നു. അതുപോലെ തന്നെ അനദർ റിഫോംസ് എടുത്തിട്ടുള്ളത് ഇതിനകത്ത് ഈ GST കൗൺസിലിന്റെ കൂടെയുള്ള തീരുമാനങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്ലെറ്റ് ട്രിബ്യൂണൽ 2025 ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾ ഓപ്പറേഷനിലാക്കും. എന്തിനാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ മെനി ഡിസ്പ്യൂട്ട്സ് വിത്ത് റെസ്പെക്ട് ടു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആസ് ഓഫ് നൗ. കാരണം എന്താണ്, ഈ ഇറാഷണൽ ടാക്സേഷൻ സ്ലാബ്സ് ആദ്യം ഉണ്ടായിരുന്നതിന്റെ കൺഫ്യൂഷൻ കാരണം ഒരുപാട് പെറ്റീഷൻസ് പോയിട്ടുണ്ട്. അപ്പൊ ഈ പെറ്റീഷൻസ് പെട്ടെന്ന് സോൾവ് ചെയ്യാനും അത് ഹൈക്കോർട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാതിരിക്കുക, അവിടെ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, എക്കണോമിക്ക് നഷ്ടമാണ്, അതുപോലെ തന്നെ ഗവൺമെന്റിനും ടാക്സ് എമൗണ്ട് നഷ്ടമാണ്. സ്വാഭാവികമായിട്ട് ഇത് ഫാസ്റ്റ് ട്രാക്കി സ്മൂത്തൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടാവുള്ളൂ. സോ ഇത് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ വി ആർ കമ്മിങ് അപ്പ് വിത്ത് അനദർ അപ്ലെറ്റ് ട്രിബ്യൂണൽ ഫോർ GST. അതുപോലെ തന്നെ നമ്മൾ GST അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ എന്ത് ചെയ്യും, ഇനി തൊട്ട് GST രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഈസി GST എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ആളുകൾക്ക് കിട്ടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് കിട്ടുമ്പോൾ ഡിലേ കുറയ്ക്കുന്നു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കുറയുന്നു. സോ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുക, അവിടെ സംഭവിക്കുന്നത് എന്താണ്, ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ബിസിനസിനെ സംബന്ധിച്ചോളം എന്താണ്, ബിസിനസിന് സ്ലാബ്സ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിങ് കോംപ്ലക്സിറ്റി കുറഞ്ഞു. ഇപ്പോൾ ഒരു ITC പോലെയുള്ള ഒരു കമ്പനി പല സ്ലാബ്സിലുള്ള പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, 5%, 12%, 18%, 28%. സോ ഓട്ടോമാറ്റിക്കലി ഇവർ എന്ത് ചെയ്യേണ്ടി വരും, പല രീതിയിലുള്ള അക്കൗണ്ടിങ് മെക്കാനിസം ഓരോ പ്രൊഡക്റ്റിനും നോക്കണം. അപ്പോൾ സ്ലാബ്സ് കുറയുമ്പം ഈ കോംപ്ലക്സിറ്റി എന്ത് ചെയ്യുന്നു, കുറയുന്നു. അതെന്ത് ചെയ്യുന്നു, ബെറ്റർ കോംപ്ലയൻസ്, GST കോംപ്ലയൻസ് ഫാസ്റ്റ് ആക്കുന്നു. കമ്പനിയെ സംബന്ധിച്ചോളം ലെസർ ഇൻവെസ്റ്റ്മെന്റ് ഫോർ അക്കൗണ്ട്സ് കോംപ്ലിക്കേഷൻസ് കുറയുന്നു. സോ ഇതൊക്കെ കമ്പനികളെ സംബന്ധിച്ചോളം എന്താണ്, ബെറ്റർ ആണ്. ആൻഡ് അതിലൊക്കെ ഉപരി സാധനങ്ങളുടെ പ്രൈസ് ടാക്സ് കാരണം കുറയുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പീപ്പിൾ ബൈ മോർ പ്രൊഡക്റ്റ്, എഗെയിൻ കമ്പനികൾക്ക് എന്ത് ചെയ്യുന്നു, അതും പ്രോഫിറ്റബിൾ ആണ് എന്നുള്ളതാണ്. കമ്പനികൾക്കും ഇതെന്താണ്, ബെനിഫിഷ്യൽ ആണ്. അതുപോലെ തന്നെ അനദർ ബെനിഫിറ്റ്സ് ഓഫ് GST, നോർമലി ബെനിഫിറ്റ് ഓഫ് GST നോക്കുകയാണെങ്കിൽ GST എന്താണ്, ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ കൺസ്യൂമർ സ്റ്റേറ്റിനാണ് എന്ത് ചെയ്യുക, ഫൈനലി ടാക്സ് കളക്ട് ചെയ്യുക. ബട്ട് ഹവർ റീസെന്റ് സ്റ്റഡീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ ടെസ്റ്റ് നമ്മൾ കൺട്രീസ് സ്റ്റേറ്റ്സിനെ ഇത് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ സ്റ്റേറ്റിനെയും ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തൊരു പ്രോബ്ലം വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ കംപ്ലീറ്റ്ലി GST എന്താണ്, ടെക്നോളജിക്കലി ഡ്രിവൺ ആണ്. നമ്മൾ വേ ബില്ല് എടുക്കുന്ന ആയിക്കോട്ടെ, GST കംപ്ലയൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ കമ്പ്യൂട്ടറിലൂടെയാണ് ചെയ്യുക. സോ ലെസർ ഹ്യൂമൻ ഇന്ററാക്ഷൻ, അതുകൊണ്ട് തന്നെ മാക്സിമം ഗവേണൻസ് ആണ് ഇവിടെ നിൽക്കുന്നത്. സോ ഈസി കംപ്ലയൻസ് ആണ്, റീഫണ്ട് പെട്ടെന്ന് നടക്കുന്നു, ഇതൊക്കെ ഫാസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദിസ് വിൽ ഓൾസോ പ്രൊമോട്ട് മേക്കിംഗ് ഇൻ ഇന്ത്യ, ബിക്കോസ് ഓട്ടോമാറ്റിക്കലി GST കുറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ ഇന്ത്യയിൽ തന്നെ ആളുകൾ വന്ന് പ്രൊഡ്യൂസ് ചെയ്യാനും, അതുപോലെ തന്നെ ഇൻപുട്ട് ഗുഡ്സിന്റെ GST കുറയുന്നതും ഓട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, കൂടുതൽ ആളുകൾ ഇൻപുട്ട് ഗുഡ്സുകൾ ഇവിടെ മേടിച്ചിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും, അസംബ്ലിംഗ് ഒക്കെ നടക്കാനുള്ള പോസിബിലിറ്റീസ് കൂടുതലുണ്ട്. അതുപോലെ GSTയിൽ ഏറ്റവും വലിയ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ദർ ആർ 0 റേറ്റഡ് സപ്ലൈസ് ഇൻ GST. 0 റേറ്റഡ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് GST ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് 0 റേറ്റിന്റെ അണ്ടറിൽ പോവുകയും നിങ്ങൾ ആ GST എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എക്സ്പോർട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള റവന്യൂ ഗ്രോത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് റവന്യൂ കളക്ഷൻ ആണ് GST കൊണ്ട് വരുന്നത്. മന്ത്ലി നോക്കുകയാണെങ്കിൽ 1.84 lakh crore ആണ്
ആവറേജ് GST കളക്ഷൻസ് വരുന്നത്. ആനുവൽ കളക്ഷൻ ദിസ് ഇയർ ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ആനുവൽ. ലാസ്റ്റ് ഇയർ 2024-25 ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22.08 lakh crore ആണ് GSTയിൽ നിന്ന് മാത്രം നമ്മൾ കളക്ട് ചെയ്തത്. നിങ്ങൾ അതിന്റെ ഗ്രോത്ത് കാണണമെന്നുണ്ടെങ്കിൽ 2020-21 നമ്മൾ കളക്ട് ചെയ്ത GST നോക്കുകയാണെങ്കിൽ 11.37 lakh crore ആയിരുന്നു. സോ അവിടുന്ന് 22, ദാറ്റ് മീൻസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് 5 ഇയറിൽ GST കളക്ഷൻ ഡബിൾഡ്. ഓക്കെ, സോ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗ്രോത്ത് ഉള്ള ഒരു ടാക്സേഷൻ സ്ട്രക്ചർ ആണ് GST എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് വൺ ഓഫ് ദ കീ അഡ്വാൻറ്റേജ് ആണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ GST 2.0 ഇമ്പാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ മേജർ ഇമ്പാക്ട് എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ഓഫ് ടാക്സ് സ്ട്രക്ചർ ആണ്. ഈ സിംപ്ലിഫിക്കേഷൻ കൊണ്ട് ആർക്കൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു മെയിൻസിന്റെ ആൻസർ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സബ് ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറ്റും. ബേസിക്കലി നിങ്ങൾക്ക് പറയാം കൺസ്യൂമേഴ്സിന് ഗുണങ്ങളുണ്ട് അല്ലേ, കൺസ്യൂമേഴ്സിനുണ്ട്, ബിസിനസ്സിന് ഗുണമുണ്ട്, അതുപോലെ തന്നെ എന്താണ് എക്കണോമി അല്ലെങ്കിൽ ഗവൺമെന്റിന് എന്തൊക്കെ ഗുണമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സബ് ക്ലാസിഫിക്കേഷൻ കൊടുക്കാം. സോ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യും, പ്രൈസ് ഡ്രോപ്പ് വരും, പ്രൈസ് കുറയും, അതുപോലെ തന്നെ ബെറ്റർ പ്രൊഡക്ട്സ് അവൈലബിലിറ്റി കൂടുതൽ കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സ് ഒക്കെ കൂടുതൽ വരുന്നു. സോ ഒക്കെ കൺസ്യൂമേഴ്സിനുള്ള ബെനിഫിറ്റ് ആണ്. ബിസിനസ്സിന് സിമ്പിൾ ടാക്സേഷൻ സ്ട്രക്ചർ ആവുന്നു. സോ സിംപ്ലിഫൈ ആകുമ്പോൾ കംപ്ലയൻസ് കോസ്റ്റ് കുറയുന്നു. സോ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് ഫോർ ദെയർ ഗുഡ്സ് കൂടുന്നു, ബെറ്റർ ഗ്രോത്ത് വരുന്നു. എക്കണോമിയെ സംബന്ധിച്ചോളം ബെറ്റർ, അല്ലെങ്കിൽ ഗവൺമെന്റ് സംബന്ധിച്ചോളം ബെറ്റർ ടാക്സ് കളക്ഷൻ എന്ത് ചെയ്യുന്നു, സിമ്പിൾ പ്രോസസ് ആകുമ്പോൾ ടാക്സ് കളക്ഷൻ കൂടുന്നു. അതുപോലെ തന്നെ ഈ പൈസ എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യോ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. സോ GST ഈസ് എ വിൻ സിറ്റുവേഷൻ ഫോർ ഓൾ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടർ. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഇപ്പം എന്ത് ചെയ്യുന്നു, നമ്മൾ ടാക്സ് സ്ട്രക്ചർ 4 നിന്ന് 2 ആക്കി കുറച്ചു. വി സിംപ്ലിഫൈഡ് ദ ടാക്സേഷൻ സ്ട്രക്ചർ. അതുപോലെ തന്നെ ഓരോ സെക്ടറിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെക്ടർ സ്പെസിഫിക് റിലീഫാണ് കൊടുത്തിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറിന് റിലീഫ് ഉണ്ട്, ഹെൽത്ത് സെക്ടറിന് റിലീഫ് ഉണ്ട്, മാനുഫാക്ചറിംഗ് സെക്ടറിന് റിലീഫ് ഉണ്ട്, എസൻഷ്യൽ ഗുഡ്സിന് റിലീഫ് ഉണ്ട്. അപ്പോൾ എല്ലാ സെക്ടറിനും എന്ത് ചെയ്യുന്നുണ്ട്, GST പുതിയ റിഫോമിൽ നമ്മൾ ടാക്സ് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ഈസ് ദാറ്റ് സിറ്റിസൺ സെൻട്രിക് റിഫോം ആണ്. കാരണം ഓൾ ദിസ് വിൽ റെഡ്യൂസ് പീപ്പിൾ സ്പെൻഡിങ്, അതല്ലെങ്കിൽ ആളുകൾ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് എന്ത് ചെയ്യാണ് ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആളുകൾക്ക് ബെറ്റർ അഫോർഡബിലിറ്റി കിട്ടുന്നു, ആളുകൾക്ക് കൂടുതൽ സാധനം മേടിക്കാൻ പറ്റുന്നു, ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇവിടെ എൻഷുർ ചെയ്യുന്നു. ആൻഡ് ദീസ് ആർ ഓൾസോ എൻഷുർ ദാറ്റ് ബിസിനസ് ഫ്രണ്ട്ലി. നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പലേറ്റ് ട്രിബ്യൂണൽ കൊണ്ടുവരുന്നു, റെഡ്യൂസിങ് ദ കോൺഫ്ലിക്ട്, ലിറ്റിഗേഷൻസ് കുറയും. 4 സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ ദർ വിൽ ബി കോൺഫ്ലിക്ട് അല്ലേ, ഏതിൽ വരുത്തണം എന്നുള്ള കോൺഫ്ലിക്റ്റ് വരണം, ബിസ്ക്കറ്റിലാണോ ചോക്ലേറ്റിലാണോ ഇത് ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്നുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ പാരച്യൂട്ടിന്റെ ഓയിൽ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരച്യൂട്ട് ഓയിൽ ആരും കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ല. പക്ഷേ പാരച്യൂട്ട് കമ്പനി പറയുന്നത് ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ FSSAIന്റെ മാർക്ക് അതിനകത്ത് ഉണ്ടാവും. അപ്പം ഇത് കോസ്മെറ്റിക് ആണോ ഫുഡ് പ്രോഡക്റ്റ് ആണോ എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ട്. സോ ഇതുപോലെയുള്ള കോൺഫ്ലിക്റ്റുകൾ ഇനി എന്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ബെറ്റർ ടാക്സേഷൻ കളക്ഷൻ, ബെറ്റർ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടാക്സേഷൻ സിസ്റ്റം ഒക്കെ GSTന്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. ഓക്കെ, സോ ഇതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ഉദ്ദേശിക്കുന്നത് എക്കണോമിക് ഗ്രോത്ത് കൂടുമെന്നുള്ളതാണ്. ലാസ്റ്റ് ക്വാർട്ടർ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ഗ്രോൺ 7.2%. അപ്പോൾ വേൾഡ് ഇത്രയും ഡിസ്ട്രസ് ഇരിക്കുന്ന സമയത്ത് ഡൊമസ്റ്റിക് മാർക്കറ്റിന്റെ ബൂസ്റ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഡിമാൻഡിന്റെ ബാക്കപ്പ് കൊണ്ടാണ് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് GST 2.0 റിഫോംസ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, GST 2.0 റിഫോം കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പുതിയ റിഫോമിനെ കുറിച്ച് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.